പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 21-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നന്മയുടെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 31-ാം സങ്കീർത്തനം 19-ാം വാക്യം. സാംസ് 31 വേഴ്സ് 19 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ദാവീദിന്റെ ധന്യമായ ഒരു സങ്കീർത്തനം. ദാവീദ് ഒരു അപേക്ഷയോടും പ്രാർത്ഥനയോടും അഭയ യാചനയോടും കൂടെയാണ് ഈ സങ്കീർത്തനം പൂർത്തീകരിക്കുന്നത്. ദാവീദിനെതിരെ അനവധി ശത്രുക്കൾ, അത് സ്വന്തം മകനുൾപ്പെടെ അമ്മാവിയപ്പൻ ഉൾപ്പെടെ സകലരും ശത്രുക്കളായൊക്കെ മാറി വന്നപ്പോൾ ദൈവം ദാവീദിനെ സൂക്ഷിച്ചത്, പരിപാലിച്ചത്, വിശാലമായി കാത്തത്, ഇവയെല്ലാം ദാവീദ് നന്ദിയോടെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്ത് പറയുകയാണ്. അതെ, ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്നത്, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നന്മ എത്ര വലിയതാണ്. പലപ്പോഴും നാം നമ്മുടെ പ്രശ്നങ്ങളെയാണ് വലിയതായി കാണുന്നത്. അതിനെ അല്പം കൂടെ ലഘൂകരിച്ചു പറഞ്ഞാൽ, നമ്മുടെ ഒരു പ്രശ്നം നാം അതിനെ വിവക്ഷിക്കുന്നതും കാണുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ദൈവത്തെക്കാട്ടിലും വലിയ പ്രശ്നമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നത്തിൻ്റെ അകത്തു നിന്നും നമുക്ക് പുറത്തു വരുവാൻ സാധിക്കാത്തത്. അതുകൊണ്ട് നമ്മൾ രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മൾ ആ പ്രശ്നത്തിനകത്ത് കിടന്ന് ഉഴലുകയും അഴലുകയുമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി തമ്പുരാൻ സംഗ്രഹിച്ചിരിക്കുന്നതും കരുതിയിരിക്കുന്നതും നമ്മുടെയൊക്കെ ചിന്തകൾക്ക് അപ്പുറമാണ്, നമ്മുടെ ആലോചനകൾക്ക് അപ്പുറമാണ്. നാം അതുകൊണ്ട് അത്രമാത്രം മഹത്വമേറിയത്, ഔന്നത്യമേറിയത്, ഉന്നതമായത് ചിന്തിക്കുവാൻ പഠിക്കണം, ശീലിക്കണം, തയ്യാറാകണം. അല്ലാതെ നമ്മുടെ ഇന്നിൻ്റെ ഒരു പ്രശ്നത്തിൽ ആകമാനം ആടി ഉലഞ്ഞ് വിശ്വാസ ജീവിതം നഷ്ടപ്പെടുത്തി, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്തി, ഇന്നിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തി, ഉറക്കം നഷ്ടപ്പെടുത്തി, നമ്മുടെ കൂട്ടത്തിലുള്ളവ എല്ലാവരെയും അസ്വസ്ഥരാക്കി അസമാധാനത്തിന്റെ വിത്ത് പാകുന്നവരായി തീരാതെ ദൈവത്തിൽ ആശ്രയിക്കണം. കാരണം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി തമ്പുരാൻ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ചിന്തകൾക്കും ആലോചനകൾക്കും അപ്പുറമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, സഹോദരി, മാതാപിതാക്കളെ, നിങ്ങൾ ഇന്ന് വളരെ കാഠിന്യമേറിയ പ്രശ്നത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ചില വിഷയങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച നിങ്ങളിൽ പലരും ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കാം. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആ വിഷയത്തിന് വേണ്ടി എൻ്റെ ദൈവം ഏറ്റവും മഹത്വമേറിയത്, ഉന്നതമായത്, എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നത് അതൊരു പക്ഷേ മകൻ്റെ ആയിരിക്കാം, ഭർത്താവിൻ്റെ ആയിരിക്കാം, മകളുടെ ആയിരിക്കാം, ജോലിയുടേതോ വിസയുടേതോ സാമ്പത്തികമോ ചില ആരോഗ്യ പ്രശ്നമോ നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളുടേതോ എന്തുമായിക്കൊള്ളട്ടെ. അല്ല, നിങ്ങൾ ഈ നാളുകളിൽ നേരിടുന്ന നിങ്ങളുടെ ചില ആത്മീയ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ
കോൺസെൻട്രേഷനോടുകൂടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല. പഴയതുപോലെ ദൈവസ്ഥലിൽ ഇരിക്കുവാൻ പറ്റുന്നില്ല. മുഷിച്ചിന് തോന്നുന്നു. പ്രാർത്ഥന തുടങ്ങി അല്പം കഴിയുമ്പോൾ ഉറങ്ങിപ്പോകുന്നു. പഴയതുപോലെ പ്രാർത്ഥിക്കാനുള്ള താല്പര്യമില്ല. 3 പാട്ട് പാടുന്നിടത്ത് 1 പാട്ട് പാടുന്നു. നാം മുടങ്ങാതെ ആരാധനയിൽ കൂട്ടായ്മകൾ സംബന്ധിച്ച നാം അതിന് വൈമുഖ്യം കാണിക്കുന്നു. ദൈവമക്കളുമായിട്ടുള്ള സംസർഗങ്ങൾ നന്നേ കുറയുന്നു. ഒറ്റയ്ക്ക് നാം മാറിയിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതും ദൈവമായിട്ടുള്ള ബന്ധത്തിലല്ല, സ്വന്തം ചിന്തകളിൽ മുഴുകി. ഇങ്ങനെയൊക്കെ കടന്നു പൊക്കൊണ്ട് ഇന്നത്തെ വേദനയിലായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഇന്നത്തെ ദിവസം നഷ്ടപ്പെടുത്തരുത്. അതിനുവേണ്ടി അല്ല ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒരു ദിനവും കൂടെ ദീർഘമാക്കിയത്. മറിച്ച് ദൈവം നൽകിയ എല്ലാ നന്മകളും സന്തോഷങ്ങളും അനുഭവിച്ച് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുവാൻ തയ്യാറാകണം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിന്റെ നിരാശയും ഭാരവും എല്ലാ വൈഷമ്യങ്ങളും മാറി സന്തോഷത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി തീരട്ടെ. അതേ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മാതാപിതാക്കൾ എത്ര പ്രായമുള്ളവരും എന്തെല്ലാം ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോയാലും തങ്ങളുടെ മക്കൾ ഒരു വിധത്തിലും വേദനിക്കരുത്, വിഷമിക്കരുത്, ബുദ്ധിമുട്ടരുത് എന്ന് 100-101% ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് നിശ്ചയമായും അതുപോലെ അതിലും ഉപരിയായിട്ടാണ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും നമ്മെക്കുറിച്ച് കരുതുന്നതും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്നിന്റെ സന്തോഷം കളയുന്ന എല്ലാ ചിന്തകളും ഭാരങ്ങളും മാറ്റിവെച്ചിട്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം ഒന്ന് മുറുകെ പിടിക്കുക. ആ വചനം നിങ്ങളൊന്ന് ആവർത്തിച്ച് വായിക്ക്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചിലത് സംസാരിക്കും. അതെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതിനേക്കാൾ ഉപരിയായി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ട അല്പം കൂടെ ഗഹനമായ ദൂത് നൽകും. അതിൽ നിങ്ങൾ ഉറയ്ക്കുക, ആശ്രയിക്കുക, പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുക. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ഇന്നത്തെ ദിനം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയതിനായി സ്തോത്രം. ഞങ്ങൾ ഇന്നിന്റെ പ്രശ്നങ്ങളിൽ മുഴുകി പലപ്പോഴും അങ്ങയെ മറന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സംഗ്രഹിച്ചിരിക്കുന്നതും ഒരുക്കിയിരിക്കുന്നതും എത്രയോ ഉന്നതവും ശ്രേഷ്ഠവുമാണെന്ന് ദാവീദ് തന്റെ ജീവിതത്തിൽ കൂടെ പറഞ്ഞത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അങ്ങനെ ആ ദൈവവചനത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഞങ്ങളുടെ കാലുകളെ വെക്കുവാൻ ഇടയാകണം. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ, വചനത്തിൽ അടിയുറച്ച് വിശ്വസിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം ഏവർക്കും അനുഗ്രഹപ്രദമാവട്ടെ, സന്തോഷമാവട്ടെ, നന്മയാൽ നിറയുന്നതാകട്ടെ. അതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്ന നമ്മുടേതായ ചിന്തകളും ഭാരങ്ങളും വിഷമങ്ങളും ഒക്കെ തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. എന്നിട്ട് ആ വിഷയത്തിൽ ദൈവം നമുക്ക് വേണ്ടിക്ക് ഒരുക്കിയിരിക്കുന്ന ആ നന്മ സ്തോത്രത്തോടെ ഉള്ളിൽ കരുതി
സന്തോഷത്തോടെ മുൻപോട്ട് പോവുക. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ ജീവജലത്തിന്റെ പ്രേക്ഷകരായ നിങ്ങളെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും തന്റെ കരങ്ങളിലെടുത്ത് കാക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.